സ്പീഡ് എന്ന് പറഞ്ഞൊരു സംഭവം, അഡാപ്റ്റബിലിറ്റി റേറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഈ കാലഘട്ടത്തിൽ വളരെയധികം കൂടുതലാണ്. അൺഫോർച്ചുനേറ്റ്ലി നമ്മളെ ആളുകൾക്ക് ആ ഒരു സീരിയസ്നെസ് വന്നിട്ടില്ല. ഇത് എന്താ പറയുക, AI തൊഴിൽ കൊണ്ടുപോകണം. ഞാൻ പറയുന്നത് രണ്ട് രീതിയിലുള്ള ആളുകളെ ഇപ്പോൾ ലോകത്തുള്ളൂ. ഒന്ന്, ഓൾറെഡി തൊഴിൽ നഷ്ടപ്പെട്ട ആളുകൾ. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ തൊഴിൽ നഷ്ടപ്പെടാൻ പോകുന്ന ആളുകൾ. ഇങ്ങനെ രണ്ട് കാറ്റഗറിയിലുള്ള ആളുകൾ മാത്രമേ ഇന്ന് ലോകത്തുള്ളൂ എന്നാണ് ഞങ്ങൾക്കൊക്കെ ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. മൂന്നാമത്തെ ഒരു കാറ്റഗറിനെ വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ദോസ് ഹു ആർ റെഡി ടു അപ്ഗ്രേഡ് വെരി ഫാസ്റ്റ്ലി. അതായത് പരിണാമ സിദ്ധാന്തം സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് ആയിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇനി സർവൈവൽ ഓഫ് ഫാസ്റ്റസ്റ്റ്, സർവൈവൽ ഓഫ് ഫ്യൂച്ചറിസ്റ്റിക് എന്നുള്ള ഒരു രീതിയിലേക്കാണ് ലോകം ഇവോൾവ് ചെയ്യുന്നത്. അപ്പോൾ ആർക്കാണോ ആ അഡാപ്റ്റബിലിറ്റി റേറ്റ് കൂടുതലുള്ളത് അവർ മാത്രമായിരിക്കും സർവൈവ്. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട പല ആളുകളും ഈ കളിയിൽ നിന്ന് പുറത്താവും. ഈ AI-യുടെ ഒരു കടന്നുകയറ്റം അത് ഓരോ ദിവസവും കഴിയുന്തോറും പുതിയ പുതിയ മേഖലകളാണ്. അത് ആർട്ടിസ്റ്റിക് ഫീൽഡിൽ ഒരിക്കലും വരത്തില്ലായിരുന്നു ഞാൻ ധരിച്ചത്. AI കാലം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ജനറേറ്റീവ് AI കാലത്തിലാണ് ഉള്ളത്. അതായത് നമുക്കൊരു പ്രോംപ്റ്റ് കൊടുത്താൽ ഇത് കിട്ടും. അതിന്റെയും അപ്പുറത്തേക്ക് ഏജന്റിക് AI ഓൾറെഡി എൻ്റർ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ പോലും അറിയാതെ നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഏജന്റുകള്, അതാണ് ഏജന്റിക് AI. അത്ര ഒരു കാലത്തിലേക്ക് നമ്മൾ ഓൾറെഡി എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിന്റെയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യം വരുന്നുണ്ട്. അതോട് കൂടിയിട്ട് മനുഷ്യന്മാരുടെ അവസ്ഥ എന്താവും എന്നുള്ളതാണ് വളരെ ക്യൂരിയസ് ആയിട്ട്. അതായത് AGI, ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാലം വരുന്നുണ്ട്. സോ ഇങ്ങനെ കുറെ സംഭവങ്ങൾ. കരിയർ ഓഫ് കോഴ്സ് ഇവോൾവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. കരിയറുകൾ വളരെ ക്വിക്കായിട്ട് മാറണം. അപ്പൊ ആരൊക്കെയാ വളരെ ക്വിക്കായിട്ട് ഈ സ്കില്ലുകൾക്കൊക്കെ ഒരു ഷെൽഫ് ലൈഫ് പീരീഡ് ഉണ്ട്. അപ്പൊ ആ ഷെൽഫ് ലൈഫ് പീരീഡ് പണ്ടൊക്കെ 5-10 വർഷമൊക്കെ ഷെൽഫ് ലൈഫ് പീരീഡ് കിട്ടിയിരുന്നു. ഇനി ചിലപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം അല്ലെങ്കിൽ അത്രയും കിട്ടിയാൽ നന്നു എന്നുള്ള രീതിയിലാണ്. സോ ആരാണോ വളരെ ക്വിക്കായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അത്തരം ആളുകൾക്ക് മാത്രമേ ലോകത്ത് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്തവരൊക്കെ പണി AI കൊണ്ടുപോകും എന്നുള്ളത് നിസ്സംശയം എന്നുള്ള രീതിയിലാണ് ഞങ്ങളൊക്കെ നിൽക്കുന്നത്.